ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽറ്ററുകൾ കുറേ തരമുണ്ട്. നമ്മുടെ ലെൻസിൻ്റെ മുന്നിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലും ലെൻസിൻ്റെയും ക്യാമറയുടെയും ഇടയിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഫിൽറ്ററുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. എന്താണ് ഫിൽറ്ററുകളുടെ ആവശ്യം, അതുപോലെ അത് എന്തൊക്കെയാണ് കാറ്റഗറീസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇൻഫ്രാറെഡ് ഫിൽറ്റേഴ്സാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ലെൻസ് ക്യാപ്പ് പോലെ തന്നെയുള്ള ഒരു ഡിവൈസാണ്. ലെൻസിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാറെഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിക്കാണ്. ഈ ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് കടത്തിവിടാതെ ഇൻഫ്രാറെഡിനെ മാത്രം കടത്തിവിടുന്ന ഒരു തരം ഫിൽറ്ററുകളാണ്. ഇത് അപൂർവമായിട്ട് ഫോട്ടോ ആർട്ടുകൾ ചെയ്യുന്ന ആൾക്കാർ അത്തരം ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിൽറ്ററുകൾ തന്നെയാണ്. അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓൺലൈനിൽ ഇൻഫ്രാറെഡ് ഫിൽറ്റേഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. വളരെ നല്ല ആർട്ട് വർക്കുകൾ, ഡിജിറ്റൽ ആർട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിയിലൂടെ സാധിക്കും. നിങ്ങൾക്ക് കലാപരമായിട്ട് കഴിവുള്ള ഒരാളാണെങ്കിൽ ഇൻഫ്രാറെഡ് ഫിൽറ്റർ വാങ്ങിച്ചിട്ട് നിങ്ങളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്ത് അത് ഡിജിറ്റൽ ആർട്ടാക്കി മാറ്റുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അത് കാണാനും ആസ്വദിക്കാനും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇൻഫ്രാറെഡ് ഫിൽറ്റേഴ്സ് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് UV ഫിൽറ്റർ അഥവാ അൾട്രാ വയലറ്റ് ഫിൽറ്ററുകൾ. നമ്മൾ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ കൂടെ കടന്നു വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ലെൻസിനെയും സെൻസറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫിൽറ്ററിൻ്റെ ധർമ്മം. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിൽ നിന്നും ക്യാമറ വാങ്ങിക്കുന്ന അതേ സമയത്ത് നമ്മൾ ഈ ഫിൽറ്റർ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും നമ്മൾ ആ ഫിൽറ്റേഴ്സ് അഴിക്കാറില്ല. നമ്മൾ ലെൻസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അതായത് ഒരു ഗ്ലാസ്സിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ 2% ഡാറ്റ ലോസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിത്രത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ ഈ ഫിൽറ്ററിന് സാധിക്കും. പക്ഷേ ഈ ഫിൽറ്റർ ഇട്ടതുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവില്ല. നമുക്ക് ശരിക്കുള്ള ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിൽ ഒരു വ്യത്യാസവും ഈ ഫിൽറ്റർ അഴിച്ചു വെച്ചിട്ട് ഫോട്ടോ എടുത്താലും ഫിൽറ്റർ ഇട്ടിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ഒരു വ്യത്യാസവും ഫോട്ടോയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ആവശ്യം എന്താണ്? നമ്മൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ പലപ്പോഴും ക്യാമറയുടെ ലെൻസ് പല സ്ഥലങ്ങളിലും തട്ടിപ്പോകാറുണ്ട്. അതായത് അബദ്ധത്തിൽ പല ഡെസ്കിലോ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ലെൻസ് പോയി തട്ടാറുണ്ട്. നമ്മൾ ഷോൾഡറിൽ തൂക്കിയിട്ട് നടക്കുമ്പോൾ നമ്മുടെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു UV ഫിൽറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധവശാൽ നമ്മളെ കയ്യിൽ നിന്ന് ലെൻസ് എവിടെയെങ്കിലും ഡെസ്കിനോ അല്ലെങ്കിൽ എവിടെയും കോൺക്രീറ്റിലോ തട്ടിക്കഴിഞ്ഞാൽ ലെൻസ് പൊട്ടാതെ ആദ്യം പൊട്ടുന്നത് ഈ ഫിൽറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു നഷ്ടം ഒഴിവാക്കാൻ പറ്റും. UV ഫിൽറ്റർ പൊട്ടിക്കഴിഞ്ഞാലും 1000 1500 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു പ്രൊഫഷണൽ വർക്കിന് ഉപയോഗിക്കുന്ന ഒരു ലെൻസ് പൊട്ടിക്കഴിഞ്ഞാൽ 50,000 അതിൽ കൂടുതലോ കാശ് കൊടുത്താൽ മാത്രമേ നമുക്കത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ആൾക്കാർ ഈ UV ഫിൽറ്റർ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഘടിപ്പിച്ച് വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൻ്റെ കൂടെ വരുന്ന അൾട്രാ വയലറ്റിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇൻഡോർ ഫോട്ടോഗ്രാഫിയിൽ ഫ്ലാഷ് ലൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോഴും ആരും തന്നെ ഇത് അഴിച്ചു മാറ്റാൻ മെനക്കെടാറില്ല. ഇത് അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാണാറുമില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ശരിക്കുള്ള സയൻറ്റിഫിക് കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഒരു എക്സ്ട്രാ ഗ്ലാസ് ഉണ്ടെങ്കിൽ 2% പിക്ചർ ക്വാളിറ്റി അവിടെ നമുക്ക് നഷ്ടമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ഷൂട്ട് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം ഫിൽറ്ററുകൾ അഴിച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വരുന്ന മറ്റൊരു തരം ഫിൽറ്ററുകളാണ് ND ഫിൽറ്റേഴ്സ്. ND എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്ററുകളാണ്. ഇത് ഉപയോഗിക്കുന്നത് പ്രകാശത്തിൻ്റെ തീവ്രതയെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അപ്പർച്ചറൊക്കെ ഉപയോഗിച്ചിട്ട് ലെൻസിൻ്റെ അകത്തൂടി കടന്നു വരുന്ന പ്രകാശത്തിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുന്നത് പോലെ തന്നെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു കറുത്ത ഗ്ലാസ് വെച്ചിട്ട് അകത്തോട്ട് കടന്നു വരുന്ന പ്രകാശത്തെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ND ഫിൽറ്ററിൻ്റെ വാല്യൂ പറയുന്നത് അപ്പർച്ചറിൻ്റെ വാല്യൂ പറയുന്നത് പോലെ തന്നെയാണ്. F2, F4, F8, F16 അങ്ങനെ പറഞ്ഞ് പല സ്റ്റെപ്പുകളിലായിട്ട് അതിൻ്റെ എത്രത്തോളം അത് ലൈറ്റിനെ കട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ മാർക്കിംഗ് ആണ് ഈ നമ്പർ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ND ഫിൽറ്റേഴ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ചോയ്സാണ് നിങ്ങളുടെ മുന്നിൽ കിട്ടുക. ഒന്ന് ഫിക്സ്ഡ് ND, അതായത് ഇപ്പോൾ F2 എന്നുള്ള ഒരു വാല്യൂ ആണെങ്കിൽ അതിൻ്റെ ആ വാല്യൂ F2 തന്നെയായിരിക്കും. അത് നിങ്ങളുടെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പർച്ചർ നമ്പർ 2 സ്റ്റെപ്പ് കയറ്റിയിടുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുക. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ടൈപ്പ്
ND ഫിൽറ്റർ കിട്ടും. അതിൻ്റെ പേരാണ് വേരിയബിൾ ND ഫിൽറ്റേഴ്സ്. ഇത് നിങ്ങൾക്ക് 2 മുതൽ 128 വരെയുള്ള വാല്യൂസ് ഒരു ചെറിയ റിങ് തിരിച്ചിട്ട് ആ വാല്യൂ മാറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പർച്ചറിൻ്റെ അല്ലെങ്കിൽ സൂമിൻ്റെയൊക്കെ റിങ് തിരിക്കുന്ന പോലെ ലെൻസിൻ്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന റിങ്ങിന് ഒരു അഡീഷണൽ റിങ് ഉണ്ടാവും. ആ റിങ് ചെറുതായിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് അകത്തോട്ട് കടന്നു വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫിൽറ്ററാണ് പോളറൈസ്ഡ് ഫിൽറ്റർ. ഈ പോളറൈസ്ഡ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സീനറി ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ സൂര്യപ്രകാശം വെള്ളത്തിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ചിത്രത്തിലൊരു ഗ്ലെയറായിട്ട് അത് ഫോം ചെയ്യാറുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ ആ വെള്ളത്തിൻ്റെ ഡീറ്റെയിൽസോ ഓളങ്ങളോ ഒന്നും കാണാതെ അവിടെ വെള്ള പാച്ചായിട്ട് മാറാറുണ്ട്. അതുപോലെ നിങ്ങൾ നൈറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിത്രത്തിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഫ്ലെയർ വന്നിട്ട് ഒന്നും തന്നെ കാണാൻ പറ്റാത്ത വിധത്തിലായി മാറാറുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ഫിൽറ്ററുകളാണ് പോളറൈസ്ഡ് ഫിൽറ്ററുകൾ. ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിലാണ്. അതുപോലെ ഈ ഫിൽറ്റർ കയ്യിലെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വശത്തുനിന്ന് മറ്റേ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാം. പക്ഷേ മറുവശത്ത് നോക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് അതിൻ്റെ കൃത്യമായ ഡയറക്ഷനിൽ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോളറൈസ്ഡ് ഫിൽറ്ററിൻ്റെ ഒരു ഉപയോഗം ഉണ്ടാവാറുള്ളൂ. ഇത് ഇത്തരം ഗ്ലാസ്സുകൾ സാധാരണയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ റീഡിംഗ് ഗ്ലാസ് ആയിട്ട് ഒരു ചെറിയ ഒരു കോട്ടിങ്ങുള്ള ഒരു ഗ്ലാസ് കൊടുക്കാറുണ്ട്. ഇതും പോളറൈസ്ഡ് തന്നെയാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും വരുന്ന ഗ്ലെയറുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ അതുപോലെ വെള്ളത്തിൽ സൂര്യപ്രകാശം അടിച്ചിട്ടും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇതേപോലെ ഗ്ലെയർ വരുന്നത് ഒഴിവാക്കിക്കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണ് പോളറൈസ്ഡ് ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഫിൽറ്ററാണ് ഗ്രാജുവേറ്റഡ് ഫിൽറ്റേഴ്സ്. ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ പ്രധാനമായിട്ട് 2 കളറുകൾ ഒരു ഫിൽറ്ററിൽ തന്നെ പകുതി ഭാഗത്ത് ഒരു കളറും മറ്റേ ഭാഗത്ത് വേറൊരു കളറുമായിട്ടുള്ള ഫിൽറ്ററുകളാണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആകാശത്തിന് ഒരല്പം നീല കളർ കൂടുതൽ കിട്ടണം. അതുപോലെ ലാൻഡിൽ ഇപ്പോൾ ഗ്രീനറി ഉള്ളതാണെങ്കിൽ ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഹൊറൈസൺ ലൈൻ സെറ്റ് ചെയ്യുന്നത് അവിടുന്ന് മുകളിലോട്ട് നീല കളറും താഴോട്ട് ഗ്രീൻ കളറും എക്സ്ട്രാ ബൂസ്റ്റ് ചെയ്ത് കിട്ടും. ഇത് കൂടുതലായും ഈ കാലത്ത് ഈ ഗ്രാജുവേറ്റഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത് കുറവാണ്. കാരണം ഡിജിറ്റൽ ഫോട്ടോ എഡിറ്റിംഗ് വന്നതോടുകൂടി ഇത്തരം ഫിൽറ്റേഴ്സുകൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കാതെ ഡിജിറ്റലി ചിത്രത്തിൻ്റെ കളർ എൻഹാൻസ് ചെയ്യാൻ ഒരു സംവിധാനം നിലവിൽ വന്നതോടുകൂടി ഈ ഒരു ഫിൽറ്ററിൻ്റെ ആവശ്യം കുറഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് ഡിജിറ്റൽ ഫോട്ടോ എഡിറ്റിംഗ് അറിയുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരം കളർ ഫിൽറ്ററുകൾ അല്ലെങ്കിൽ ഗ്രാജുവേറ്റഡ് ഫിൽറ്റേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. ഫിലിം ഫോട്ടോഗ്രാഫി കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ഫിൽറ്ററാണ് കളർ ഫിൽറ്ററുകൾ. കാരണം ഇന്നത്തെ ഡിജിറ്റൽ ക്യാമറയിലുള്ളതുപോലെ വൈറ്റ് ബാലൻസ് സെറ്റിംഗ് ഇല്ലാത്തതിനാൽ അവർക്ക് ഒരു ടങ്സ്റ്റൺ ലാമ്പാണ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഫിലിമിലും കൃത്യമായിട്ട് അത് മഞ്ഞ ആയിട്ടായിരുന്നു ആ സീൻ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അത് ഒഴിവാക്കാനായിട്ട് അന്നത്തെ ഹൈ എൻഡ് ഫോട്ടോഗ്രാഫേഴ്സ് ഉപയോഗിച്ചതാണ് ഇത്തരം കളർ ഫിൽറ്ററുകൾ. ഈ കളർ ഫിൽറ്ററുകൾ ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മഞ്ഞ കലർന്ന ടങ്സ്റ്റൺ ലാമ്പിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന മഞ്ഞ കലർന്ന ചിത്രം അതിനെ കൃത്യമായിട്ട് നീലയിലൂടെ കടത്തിവിടുമ്പോൾ നല്ല സൂപ്പറായിട്ട് വൈറ്റ് ബാലൻസ് സെറ്റായിട്ടുള്ള ഒരു ചിത്രമാണ് ഫിലിമിൽ പകർത്തി കിട്ടുക. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പഴയ കാലത്ത് കളർ ഫിൽറ്ററുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് വാം ഫിൽറ്റേഴ്സ് ഉണ്ട്, കൂൾ ഫിൽറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സിലുള്ള ഫിൽറ്ററുകളുണ്ട്. ഇത് ഓരോ എഫക്റ്റിന് വേണ്ടിയിട്ടും ബ്യൂട്ടിഫൈ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇത്തരം കളർ ഫിൽറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമായിട്ട് ഏതാനും ആൾക്കാർ മാത്രമാണ് ഇത്തരം കളർ ഫിൽറ്ററുകൾ ക്യാമറയിൽ ഉപയോഗിക്കുന്നുള്ളത്. മറ്റു മിക്കവരും ചെയ്യുന്നത് ഡിജിറ്റൽ പ്രോസസ്സിങ്ങിൽ ആവശ്യമായ കളറിങ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് 2 വിധത്തിലാണ് പ്രധാനമായിട്ടും ക്യാമറയിലേക്ക് ഫിൽറ്ററുകൾ ഘടിപ്പിക്കാൻ സാധിക്കുക. ഏറ്റവും പുതിയ ഒരു ടെക്നോളജി വന്നത് പ്രകാരം ക്യാമറ ബോഡിയിലും അതേപോലെ ലെൻസിൻ്റെയും ക്യാമറ ബോഡിയുടെയും ഇടയിലുള്ള ഒരു സ്ഥലത്ത് പ്രത്യേക സ്ലോട്ടിലോട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ലെൻസിൻ്റെ പിൻഭാഗത്ത് ഫിൽറ്ററുകൾ ഇടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു സംവിധാനം ലഭ്യമാണ്. ഇത് അധികം പുറത്ത് വന്നിട്ടില്ല എങ്കിൽ കൂടി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾക്ക് ഒരു പ്രായോഗിക രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഫിൽറ്ററുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന ഫിൽറ്ററുകൾ 2 വിധത്തിലാണ് വരുന്നത്. ഒന്ന് റിംഗ് ടൈപ്പ് ഫിൽറ്ററുകളും മറ്റൊന്ന് റെക്റ്റാങ്കുലർ ടൈപ്പ് ഫിൽറ്ററുകളും. റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലെൻസിൽ ഫ്രണ്ടിൽ ഒരല്പം ത്രെഡ് ഉണ്ടാവും, അതിലേക്ക് നിങ്ങൾക്ക് തിരിച്ച് മുറുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ റിംഗ് ടൈപ്പ് ഫിൽറ്ററുകൾ.
ഇനി ഒരല്പം വീഡിയോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ക്വയറായിട്ടുള്ള ഫിൽറ്ററുകൾ. ഇത് ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഹോൾഡറിനകത്തേക്ക് സ്ലൈഡ് ചെയ്ത് ഇറക്കി വയ്ക്കുകയാണ് ഈ ഫിൽറ്ററുകൾ ചെയ്യുന്നത്. അതുവഴി നിങ്ങൾക്ക് ഫോക്കസോ അല്ലെങ്കിൽ ഫോക്കസ് റിങ് അതേപോലെ ലെൻസിലേക്ക് ഒരു അഡീഷണൽ ഭാരം വരാത്ത രീതിയിൽ ഈ ഫിൽറ്ററുകൾ ഘടിപ്പിക്കാനും പല ആവശ്യങ്ങൾക്കും പല ഉപകാരങ്ങളും ചെയ്യുന്നതാണ് ഈ സ്ക്വയർ ഫിൽറ്ററുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് റിങ് ടൈപ്പ് ഫിൽറ്ററുകളാണ്. നിങ്ങൾ സിനിമാറ്റോഗ്രാഫി അതുപോലെ കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ട് പോകുന്ന ആളാണെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സ്ക്വയർ ടൈപ്പ് ഫിൽറ്ററുകളാണ്. സ്ക്വയർ ടൈപ്പ് ഫിൽറ്ററുകൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അഡോപ്റ്ററും മറ്റ് സംവിധാനങ്ങളും തന്നെ അതിൻ്റെ കൂടെ വാങ്ങിക്കേണ്ടതായിട്ട് വരും.